കൂട്ടുകാരെ, അപ്പം ഞാൻ ഇന്നലെ ഒരു ബിഗ് ഹെയറിൻ്റെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ ഇതാണെന്നും പറഞ്ഞാണ് ഞാൻ കാണിച്ചത്. അതിൽ എൻ്റെ ഇതായിട്ട് വരണം എനിക്ക് പറ്റാതെ, കാരണം എൻ്റെ ഹെയർ അതിൽ നിന്നും ഇറക്കം കുറവാണേ. അപ്പോൾ ഇതിൽ നിന്ന് ഇറക്കം കുറവായത് കൊണ്ടിട്ട് എൻ്റെ മോക്ക് ഇത്രയും ഹെയർ ഉണ്ട്. ഇത് ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഞാനത് പറഞ്ഞു തരാം. നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന ആൾക്കാരെ പോലെ തന്നെ അവൾ ഉപയോഗിച്ചതാണ് അവൾക്ക് ഇത്രയും ആയത്. ഇത്രയും മുടിയൊന്നും ഇല്ലായിരുന്നു. റോസ്മേരി വാട്ടർ ഉപയോഗിച്ചാണ് അവളെ മുടി ഇത്ര നല്ല ഇത്രയും മുടി അവൾ 3 ബോട്ടിൽ ഉപയോഗിച്ചു. അപ്പോൾ അവൾക്ക് ഇത്രയും മുടിയുടെ ഇതുണ്ട്. അപ്പോൾ നമ്മളത് വെറുതെ പറയണതല്ല, സത്യസന്ധമായിട്ട് പറയണതാണ്. റോസ്മേരി വാട്ടർ കൊണ്ട് അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും മുടിക്ക് നല്ല വളർച്ചയുണ്ടെന്ന് പറഞ്ഞാൽ സത്യമുള്ള കാര്യമാണ്. കുഞ്ഞിന് ഇത്രയും മുടി ഇറക്കം കുറവായിരുന്നു. ഇത് 3 ബോട്ടിലായി. അപ്പം ഈ മുടിക്ക് നല്ല ലെന്ത് വെച്ച് തുടങ്ങി. അപ്പോൾ എനിക്ക് വാങ്ങിച്ചത് കൊണ്ടിട്ട് എനിക്കത് പറ്റത്തില്ല. എൻ്റെ തലമുടി അതിൽ നിന്ന് ഇറക്കം കുറഞ്ഞത് കൊണ്ടിട്ട് എനിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഷോളിൻ്റെ അതുപോലെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ അതിൽ നിന്ന് ഇറക്കം കുറഞ്ഞതാണ് എനിക്ക് പറ്റിയത്. അപ്പോൾ ഞാൻ ഇവൾക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവളെ വച്ചൊന്ന് നോക്കട്ടെ. ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കാൻ വിചാരിച്ചു. നമുക്കത് വയ്ക്കുമ്പോഴത്തേക്കും നമുക്കത് അറിയണമല്ലോ എന്താ. ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് വയ്ക്കുമ്പോൾ കാണിക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കിലോട്ട് കസേര മക്കളഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ എനിക്ക് വയ്ക്കുമ്പോൾ കാണിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്നലെ നോക്കി. പക്ഷേ എൻ്റെ മുടി ഉണങ്ങിയതിന് ശേഷം കുളിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇട്ട് വയ്ക്കുമ്പോൾ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് ഇടാൻ പറ്റത്തില്ല, കാരണം എനിക്ക് അത്ര ഇതില്ല. ഞാൻ ഇവക്കുള്ളതിലൊന്ന് പരീക്ഷിച്ചു നോക്കി. എനിക്ക് വയ്ക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞു. എനിക്കത് വയ്ക്കാനൊന്നും അറിയത്തില്ല നന്നായിട്ട്. അവൾക്ക് വയ്ക്കാൻ അറിയാം. അതുകൊണ്ട് ഉപയോഗമുണ്ട് കേട്ടോ കൂട്ടുകാരെ. നമ്മൾ പറയും പോലെ ഒന്നുമല്ല. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഓരോ കാര്യം ഉപയോഗിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർ പറയണമല്ല, നമ്മളത് സ്വന്തമായിട്ട് ഉപയോഗിച്ചാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. വിശ്വാസമല്ലേ, ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരെ. ഞാൻ പറഞ്ഞതേ ഇതാ കണ്ട. അപ്പോൾ ഇതൊന്ന് കാലിയായപ്പോഴത്തേക്കും നമ്മളത് മാറ്റിയിട്ട് അതിൽ ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തലയിൽ തേക്കേണ്ട. ഇതൊന്ന് കാലിയായി, രണ്ടത്തെ കാലിയായി. ഇത് മൂന്നാമത്തത് ഇതുണ്ട്. മൂന്നാമത്തതും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനല്ല ഉപയോഗിക്കുന്നത്, എൻ്റെ മോളാണ്. ഇത് നമുക്ക് ലെന്ത് കുറവായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ വന്നു. പിന്നെ അവൾ മുടി വയ്ക്കട്ടെ, കാണിക്കട്ടെ. വയ്ക്കാം മക്കളെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ വച്ചപ്പോഴത്തേക്ക് എൻ്റെ എൻ്റെ ശരീരത്തിൽ ഉള്ള തലയിലുള്ള തലമുടിയെക്കാട്ടി ഭയങ്കര നീളം അതെനിക്ക് വയ്ക്കാൻ പറ്റത്തില്ല. അതുപോലെ എനിക്ക് ഇറക്കം കൂടി, എനിക്ക് ഇച്ചിരി കൂടെ ഇറക്കം കുറഞ്ഞതാണ്. അവൾ വയ്ക്കട്ടെ കേസ്. ശരിക്കും ഇവിടെ തലമുടി, ശരിക്കും ഫസ്റ്റിലത്തെ തലമുടി പിന്നെ നമ്മൾ ഇവള് 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ പഠിച്ചിരുന്നപ്പോഴേ ഇവളെ തലയിൽ ഒരു ഷാമ്പു തേക്കുകയോ ഒന്നും തേക്കാതെ ഇവൾ കുളിക്കുകയും നനയ്ക്കുകയും എല്ലാം ചെയ്യും. അപ്പോൾ അവളെ തലമുടി ശരിക്കും ഇതുപോലെ സ്ട്രൈറ്റായിട്ട് ഇടുന്ന മുടിയായിരുന്നു. പക്ഷെ ഇവൾക്ക് ഇവിടെ വന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് താമസം തുടങ്ങിയപ്പോഴത്തേക്ക് ഇവളെ തലയിൽ ഷാമ്പൊക്കെ തേച്ചും പിന്നെ മുടിയിൽ ഒരുപാട് ഇതൊക്കെ ഓയിലിൻ്റെ ഇതൊക്കെ കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് മുടിയിലെ ഇതൊക്കെ പോയി മുടി മൊത്തത്തിൽ കൊഴിച്ചിലായി. പിന്നെ മുടി മൊത്തം വെട്ടിക്കളഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് അടിയിലത്തെ മുടി അതുപോലെ ഇതുപോലത്തെ മുടിയായിരുന്നു. പക്ഷേ ഇപ്പം ആ മുടിക്ക് ഒരുപാട് മാറ്റം വന്നത്. ഇപ്പം പെമ്പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ പെമ്പിള്ളേർക്ക് നല്ല സ്റ്റൈലായിട്ട് സാരിയൊക്കെ ഉടുക്കുമ്പോഴും അബ്സാരി ഉടുക്കുമ്പോഴും പട്ടുപാവാട ഉടുക്കുമ്പോഴും ഇടുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെ പിന്നി തെറ്റിയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ പൂ ചുറ്റിയൊക്കെ വയ്ക്കാം. അപ്പം നല്ല സ്റ്റൈലിൽ
അപ്പോൾ ഇതാണ് ഇന്നലെ ഞാൻ വാങ്ങിച്ച ഹെയർ. ഞാൻ വച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് വയ്ക്കാൻ പറ്റില്ല, എൻ്റെ മോൾക്ക് വയ്ക്കാൻ പറ്റി. ഇത് ശരിക്കും ഇതുകൊണ്ട് നല്ല ഉപകാരം. ഇത് ഒരാൾക്ക് പിന്നിട്ടിട്ട് ബാക്കി ഇങ്ങനെ കുതിരവാല് പോലെ ഇങ്ങനെ കിടക്കും, അത്രേ ഉള്ളൂ. അതാ ഒരു പൂവൊക്കെ വെച്ച് ചുറ്റി അങ്ങ് മേക്കപ്പ് ചെയ്തിട്ടും നല്ല രസമുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. കൊള്ളത്തല്ലേ കൂട്ടുകാരെ? കൊള്ളാമല്ലേ? ഇത് വെച്ചാൽ മുടി വളരും. കൊച്ചു പെമ്പിളാരല്ല, കുളിപ്പിച്ച് തെറ്റിയിടാം. രണ്ട് സ്ലൈഡൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് വേണം മെയിൻ്റെനൻസ് ചെയ്തെടുക്കാം. അവരുടെ ഇഷ്ടം. ഇതുപോലെ ഇത് നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റിയതാണ്. എന്നിട്ട് നമ്മൾ പുറത്ത് പോയി ബ്യൂട്ടീഷ്യനിലൊക്കെ പോയി ചെയ്യുമ്പോഴത്തേക്ക് അവരുടേതായിട്ട് നമ്മുടെ ഈ തലമുടിക്ക് പറ്റിയ ഹെയർ അവർ ഉണ്ടാക്കി കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ ഇത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ ഒരു കൊതിക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അത് കളയാൻ പറ്റത്തില്ല കേട്ടോ. പണ്ടത്തെ തിരുപ്പത്തിനെക്കാട്ടും ഭേദമുണ്ട്. പണ്ടുള്ള അമ്മച്ചിമാർ തിരുപ്പം വയ്ക്കത്തില്ലേ, അതിനെക്കാട്ടും വേണം. കൊള്ളാം. കുളിച്ചിട്ട് തുമ്പും ഇങ്ങനെ കെട്ടിയിടാം. എന്ത് സ്റ്റൈല് വേണമെങ്കിലും ചെയ്യാൻ കൂട്ടുകാരെ. നമുക്ക് ഇതുപോലത്തെ ഒന്ന് കിട്ടിയാൽ മതി. ഇതുപോലെ എൻ്റെ മുഖം ഞാൻ ഇങ്ങനെ ഞാനെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട എൻ്റെ വാലൊന്ന് ഇളയിക്കും. കണ്ടടേ കണ്ട എപ്പടി കൊള്ളാവോ? സ്റ്റൈലായില്ലേ? അപ്പം ഇതുപോലെ നമ്മുടെ വീട്ടിലെ മക്കൾക്ക് നമുക്ക് വലിയവർക്ക് എന്നാലും നമുക്ക് ഇതുപോലത്തെ ഉണ്ടെങ്കിൽ വച്ച് തരാനും ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ കെട്ടി സാരിയൊക്കെ കൊടുത്ത് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ സ്റ്റൈലായിട്ട് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ സപ്പോർട്ടോടെ ചെയ്യും. ബായ്.